നെല്ലിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 പുസ്തകങ്ങൾ വായിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത്. ഇത്തവണ മുതുകോര മലയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് നെല്ലിക്ക നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മുതുകോരമല. ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം മുതുകോരമല കാണാമെന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയതാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തിയപ്പോഴാണ് ഒരു പഴയ വീട്. ഇപ്പോൾ റബ്ബറൊക്കെ വെച്ച് കാടിൻ്റെ ആ ഒരു ഇതെല്ലാം കുറേ പോയി. എന്നാലും ഇപ്പോൾ കുറേ കാട്ടുമരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റും ഈ മുള്ളുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കയറി വരിക എന്നുള്ളതൊരു ദുഷ്കരമായ ഇതാണ്, പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് മുതുകോരമല ഇവിടെ അല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് പോയി താഴെ കണ്ട ബംഗ്ലാവിൽ നിന്ന് കുറേ ഇങ്ങനെ കയറി പോന്നു കഴിയുമ്പം കാണുന്ന ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഈ നമ്മുടെ തലയ്ക്ക് മേലെ വളർന്ന് നിൽക്കുന്ന പുല്ലുകളാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഏത് സമയം ഇങ്ങനെ ഈ എന്നാ പറയുന്നത് മഞ്ഞ് വന്ന് ഇങ്ങനെ പുല്ലുകളെയൊക്കെ തഴുകി പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഉണ്ടാകും. ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. ഇനി ഇവിടെ നിന്ന് കുറേ മുകളിലേക്ക് കയറാൻ കിടക്കുകയാണ്. നമുക്ക് തുടരാം യാത്ര. മുതുകോരമലയിലേക്ക് കയറിയിട്ടുള്ള രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോഴേ ഈ കോടമഞ്ഞിൻ്റെ ഒരു പ്രണയത്തെക്കുറിച്ച് ഒരു സാധനം ഇങ്ങനെ എനിക്ക് തോന്നിയത്. ശരിക്കും കോടമഞ്ഞ് ഈ മലയെയാണോ പ്രണയിക്കുന്നത് അതോ മരങ്ങളെയാണോ എന്ന് തോന്നിക്കുന്നത്. കാര്യം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കും എന്താ പറഞ്ഞൊരു ഇതിനോടുള്ളൊരു ഒരു 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 എന്നാ പറയുന്നത്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? അത് വന്ന് ഫീൽ ചെയ്താലേ അതിൻ്റെ ഒരു ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ കാണുന്നതാണ് എക്സാക്റ്റ് മുതുകോരമല. അപ്പം ഇവിടുന്ന് നമ്മൾ ഇതുപോലെ തന്നെയുള്ള പാതകളിലൂടെയാണ് മുന്നേറേണ്ടത്. വളരെ കെയർഫുൾ ആയിരിക്കണം യാത്ര. യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈഫിൽ ഒരിക്കൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ് മുതുകോരമല. ഓരോ ജില്ലയിലും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് പോയിട്ട് അതൊക്കെ കണ്ടെത്തി അവരുടെ യൂട്യൂബിലും ബ്ലോഗിലും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് സഞ്ചാരികൾ ആ സ്ഥലത്തേക്ക് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ യാത്രയിൽ കുടിക്കാൻ വെള്ളം, മിനറൽ വാട്ടർ പോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അതിനുശേഷം ആ കുപ്പികൾ അവിടെ ഡിസ്പോസ് ചെയ്യും. കഴിവതും അങ്ങനെയുള്ള ഒരു
രീതി ഒഴിവാക്കുക. റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഒപ്പിയെടുത്തിട്ട് പോകുമ്പോൾ പ്രകൃതിയെ കുറേശ്ശെ നമ്മൾ മലിനപ്പെടുത്തുന്നത്. കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, യാത്രയെ എൻജോയ് ചെയ്യുക. ഇതുപോലുള്ള വലിയ പാറക്കല്ലുകളാണ് നമ്മുടെ വലത്ത് സൈഡിൽ. ഇടത്ത് സൈഡ് നല്ല കൊക്ക. ഇവിടുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ എക്സാക്ട് സ്പോട്ടിലേക്ക്. ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ്. ശരിക്കും എക്സാക്ട് മുതുകോരമലയിലേക്കുള്ള യാത്ര കുറച്ച് റിസ്ക്കിയാണ്. കാര്യം നമ്മുടെ വലത്ത് സൈഡ് മൊത്തവും നല്ല വലിയ പാറക്കെട്ടുകൾ, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പൊക്കയാണ്. അപ്പം കുറച്ച് നല്ല രീതിയിൽ സേഫ്റ്റി എടുത്ത് വേണം ഇതിലേ പോകാൻ. അപ്പം സുരക്ഷയും കൂടെ മുൻകരുതൽ കൊടുക്കുക. നമുക്ക് പോവാം. വാ. മുമ്പ് ഇതിലെ സഞ്ചരിച്ച ആരോ ഒരു സഞ്ചാരി ഉപേക്ഷിച്ച കുപ്പിയാണ്. ഇതുപോലെ സഞ്ചാരികളുടെ എണ്ണം കൂടുമ്പോൾ ഒരുപാട് കുപ്പികൾ ഈ മേഖലയിൽ നിറയും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രകൃതിയുടെ ആ നാച്ചുറാലിറ്റിയെ ബാധിക്കുന്നു. അപ്പോൾ കഴിവതും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്പോസ് ചെയ്യാതിരിക്കുക. കഴിവതും നമ്മുടെ ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നില്ല, അപ്പോൾ തിരിച്ചും നമുക്കിത് കഴിഞ്ഞ കുപ്പിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇരിക്കുന്നില്ല, നമ്മളിത് എടുക്കുകയാണ്. നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഇവിടെയൊക്കെ നമ്മുടെ ചങ്ക് ഇങ്ങനെ പടപടാന്നിരിക്കാൻ തുടങ്ങി. കാര്യം ഇനി അങ്ങോട്ട് വളരെ ചുരുങ്ങിയ ചെറിയ വഴിയാണ്. അത് നല്ല പാറക്കെട്ടുകളാണത്. മുതുകോരമലയുടെ ടോപ്പിലെത്താറായി. നമ്മൾ ഇത്ര എത്തുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും അവശനാവും. അപ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് യാത്ര തുടരുക. ദുഷ്കരമായ പാതകൾ പിന്നിട്ട് മുതുകോരമലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് വ്യൂ. എല്ലാം വളരെ കല്ലുകളും രണ്ട് സൈഡും കൊക്കയും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇതിൽ ഇറങ്ങാനും കയറാനും ഒക്കെ. ഇന്നത്തെ മുതുകോരമലയിലേക്കുള്ളൊരു യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മുതുകോരമല തന്നത്. അപ്പം മറ്റൊരു എപ്പിസോഡ് നമുക്കിനി ചെയ്യണം. അപ്പോൾ ഇവിടത്തേക്കുള്ള യാത്രകളൊക്കെ കഴിവതും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ യാത്ര ചെയ്യുക. കാര്യം നമ്മളിങ്ങനെ ഒരു ആവേശത്തിൽ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് എല്ലാവരും കൂടെയുള്ളവരെയൊക്കെ ശ്രദ്ധിച്ച് യാത്രകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ.